ഇനി മുതൽ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരം ചെയ്യണ്ടെങ്കിൽ മാതൃഭൂമി ന്യൂസ് ചാനലിനകത്ത് പോയിട്ട് ആ അഭിലാഷ് മോഹന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം വന്നിട്ട് സമരം ചെയ്യണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കണ്ടെങ്കിൽ കേട്ടാ. ഓൻ അങ്ങനെ എന്താ പറയുക കാഷ്ടിച്ച് മഴുകി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും അതുപോലെ സമരം ചെയ്യാനുള്ള അവകാശവും റൈറ്റും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നുള്ള കാര്യം ഈ അച്ചാരം വാങ്ങി വന്ന് ഈ ഛർദിക്കുന്ന അവനവന്റെ ഭാവനയിൽ കഥയുണ്ടാക്കി ഛർദിക്കുന്ന ഈ മാധ്യമ ധർമ്മ എന്നതിനും പ്രവർത്തകർക്ക് അറിയില്ലേ? നിങ്ങൾ നോക്കൂ, ഇവിടെ ഇന്നെന്താ അവിടെ നടന്നത്? സ്വാഭാവികമല്ലേ, ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ സ്വാഭാവികമായിട്ട് ആരോഗ്യ മേഖലയുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് ഒരു കരിങ്കൊടി കാണിച്ച്, അത്രയേ ഉള്ളൂ. അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് അക്രമം, പിന്നെന്താ പറഞ്ഞത്, കായികമായിട്ട് നേരിടുക. എന്തേ കായികമായിട്ട് നേരിട്ട്? ഇവനെന്താ അവിടെ നിന്ന് കണ്ട് കായികമായിട്ട് നേരിട്ട്? അതും ഇപ്പം പറയണ്ടേ? പിന്നെ ഇതെന്താ ആദ്യമായിട്ട് നടക്കുന്ന? റെയിൽവേ സ്റ്റേഷനിൽ ഇതുവരെ ഒരു സമരവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് എവിടെയും. ഇവനിപ്പോ കോൺഗ്രസ്സുകാരും KSUക്കാരും സമരം പഠിപ്പിക്കാൻ അങ്ങ് ഇറങ്ങുക. നാണം ഉളുപ്പും മാനം ഉണ്ടോ ഇവനിക്കൊക്കെ? അച്ചാരം വാങ്ങിയിട്ട് വീടുവേല ചെയ്യുന്നു നാണം കെട്ട വർഗങ്ങൾ. അവിടെ നടന്ന സംഭവം എന്താ നോക്കുക. എന്നിട്ട് അതിനുശേഷം ഈ SFIയുടെ തെമ്മാടികൾ കാട്ടിക്കൂട്ടിയ കോപ്രായകൾ തെമ്മാടിത്തരത്തെ പറ്റിയിട്ടൊന്നും പറയാനില്ല. കോൺഗ്രസ് ഓഫീസിന് മുഴുവൻ കല്ലെറിഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനെ ഈ SFIയുടെ ഗുണ്ടകൾ മാരകമായിട്ട് ആക്രമിച്ചിട്ട് അതൊന്നും എനിക്ക് എവിടെയും പറയണ്ട. ഒരു മന്ത്രിക്ക് നേരെ സ്വാഭാവികം ഉണ്ടായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരു കരിങ്കൊടി കാണിച്ച ഇവനിക്കത് അധാർമികത ആയിപ്പോയി പോലും, അത് കായികപരമായിട്ടായിപ്പോയി പോലും. എന്തൊക്കെ ഇവൻ അങ്ങ് വിളമ്പുന്നു. അല്ല, ഇതേ കേരളത്തിൽ തന്നെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാറിന് കല്ലെറിഞ്ഞിട്ട് അദ്ദേഹത്തിന് നെറ്റി എറിഞ്ഞു പൊട്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ഇല്ലേ? ആരാ ഈ സമരമൊക്കെ ആദ്യം ഇവിടെ കാണിച്ചു കൊടുത്തത്? എന്നിട്ട് അതിനെ അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി അത്ര എന്താ പറയാ, ഈ നാണം കെട്ട വർഗത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പ് എന്ന് പറയുന്നത് വേണ്ടേ? നമ്മളിത് കാണുന്നില്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ മലയാളികൾ കാണുന്നില്ല അവിടെ എന്താ നടക്കുന്നുള്ള കാര്യങ്ങൾ. പണ്ട് ഇതുപോലെ തന്നെയാണ് ഒരു ഫ്ലൈറ്റിനകത്തുനിന്ന് ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ വിളിച്ചത്. ശരി, പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പോട്ടെ. എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ കൊല്ലാൻ വന്നേ എന്തൊക്കെ അങ്ങ് അടിച്ചടക്കി ഇവറ്റകള്. കെട്ട് കഥയങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് വായിക്ക് തോന്നിയ എന്താ കോതൊക്കെ പാട്ട് മാധ്യമധർമ്മം അതിനെതിരെ ആ പ്രതിഷേധം എന്തിനുണ്ടായി എന്നതൊന്നും ഇവർക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ എങ്ങനെയായിരുന്നു ആ സമരം അല്ലെങ്കിൽ ആ പ്രതിഷേധം എന്നും ചർച്ച ചെയ്യേണ്ട. എനിക്ക് പ്രശ്നം ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ അങ്ങ് തടസ്സപ്പെടുത്തി പോലും. ആരെയായി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ നാട് മുഴുവൻ കട്ടുമുടിച്ച് ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച ഒരു ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെ കാഷ്ടിച്ച് മെഴുകാൻ വേണ്ടി ഉളുപ്പുണ്ടോന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇതൊക്കെ കാണുന്നുണ്ട് ജനങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതിനെ വെളുപ്പിക്കാൻ നടക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോർഡ് ഇലക്ഷനും അതിനു മുമ്പ് തന്നെ പാർലമെന്റ് ഇലക്ഷനൊക്കെ ജനങ്ങൾ എങ്ങനെയാ പ്രതികരിച്ചെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. എന്നാൽ ആ സമരം അങ്ങനെ ചെയ്ത തെറ്റാണെങ്കിൽ അത് തൊട്ടപ്പുറത്ത് SFIയും DYFIയും ഈ കണ്ണൂർ ജില്ലക്കകത്ത് കാട്ടിക്കൂട്ടിയ ചറ്റത്തറ തെമ്മാടിത്തറ എന്ന് പറയാൻ ഇവന്റെ ഒന്നും നാവ് പൊങ്ങുന്നില്ല. മനസ്സിലാക്കണം. അവിടെ ഒരു പ്രതിഷേധം നടന്ന എന്തോ കോൺഗ്രസ് പാർട്ടിന്റെ ഓഫീസിനകത്തേക്ക് കയറിപ്പോണ്ട കല്ലെടുത്തെറിയേണ്ട ആവശ്യം, അവിടെ നശിപ്പിക്കേണ്ട ആവശ്യം. ഇവറ്റകൾ അങ്ങനെ തന്നെയാണ് പൊതുമുതൽ നശിപ്പിക്കാനുള്ള ഈറ്റകൾ എക്കാലവും മുന്നോട്ട് വന്നത്. ആഭാസ സമരങ്ങൾ. എന്നാൽ അതുപോലെ KSU യൂത്ത് കോൺഗ്രസ് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ജനാധിപത്യത്തിനെ കൂടിയുള്ള പിള്ളേർ സമരം ചെയ്തത്. അത് അവരുടെ അവകാശം റൈറ്റും അല്ലേ? അത് മാത്രമല്ല, ഒരു മന്ത്രിന്റെ ക്വാളിറ്റി എന്താ? അത്തരം പ്രതിഷേധങ്ങൾ വരുന്ന സമയത്ത് സഹിഷ്ണുതയോടല്ലേ പെരുമാറേണ്ടത്? ആ സ്ത്രീ കാണിച്ചു കൂട്ടിയ നാടകങ്ങളും കോപ്രായങ്ങളും കണ്ടില്ലേ? പോലീസുകാരെ ധിക്കരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താക്കുക എന്ന് ചോദിച്ചിട്ട് ധിക്കാരപരമായിട്ട് അതൊരു മന്ത്രിക്ക് ചേർന്നതാണോ? അതുമാത്രം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇതേ മന്ത്രിയല്ലേ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? എന്നെ സംരക്ഷിക്കാൻ ഇവിടുത്തെ DYFIക്കാരുണ്ട്. എന്താ ഇവിടുത്തെ DYFIക്കാരെ രാജ്യത്ത് നിയമം നടപ്പാക്കുന്നത്? അതെയാണോ? നീ എന്താ അത് ചർച്ച വെക്കാത്തത്? ഇവിടെ നിയമ സംവിധാനം പിന്നെ ജനങ്ങളെ നികുതിപ്പണം കൊണ്ട് ഇവരെ സുഖിച്ച് ജീവിക്കുന്നതാ. ഈ പറയുന്ന KSUക്കാരന്റെയും യൂത്ത് കോൺഗ്രസുകാരന്റെയും ഒക്കെ നികുതിപ്പണ
ഈ സ്ത്രീയൊക്കെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സുരക്ഷ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു പോവണോ? മനസ്സിലാ? നീയൊക്കെ വന്ന് മെഴുകിയങ്ങ് വെളുപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് KSUവിന്റെ പിള്ളേരെ സമാധാനപരമായിട്ടൊരു പ്രതിഷേധം കാണിച്ച പിള്ളേർ എന്തോ ക്രിമിനൽ പശ്ചാത്തലമുള്ള എന്താ ഒരു ഇതിനെ പോലങ്ങ് കൊണ്ടുചെന്നെത്തിക്കാനും നീയൊക്കെ കാഷ്ടിച്ച് മഴുകി എന്താ പറയണ്ട അത്തരം ഒരു നിലവാരം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു മന്ത്രി പാലിക്കേണ്ട എന്താ പറയുക മാന്യത പാലിച്ചിട്ടോ നോക്കണോ ആദ്യം നീ. എന്നിട്ട് വന്നിട്ട് ചർച്ച, എന്നിട്ട് KSUവിന്റെ പിള്ളേരെ കുറ്റപ്പെടുത്ത്. അവര് ചെറുപ്പക്കാരാ, സ്വാഭാവികം. പക്ഷെ പക്വതയുള്ള ഒരു മന്ത്രി ഒരാളല്ലേ ആ സ്ത്രീ? ഇല്ലേ? ആ സ്ത്രീ കാണിക്കേണ്ട മാന്യത അവിടെ കാണിച്ചിട്ടുണ്ടോ? വാർത്ത കണ്ടപ്പോ ഇവനങ്ങ് സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് സമരത്തിന്റെ രീതികളൊക്കെ അങ്ങ് പഠിപ്പിക്കുക. എടാ, നിരവധി സമര പോരാട്ടത്തിലെ കൂടി കടന്നു വന്ന പ്രസ്ഥാനമാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതേ സമര പാതയ്ക്ക് കൂടി തന്നെയാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ്. അതിന്റെ പിന്മുറ തലമുറക്കാരായി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പിള്ളേർ. അത് മനസ്സിലാക്കിക്കോ. പക്ഷെ അല്ലാതെ ആ കാലഘട്ടത്തിലൊക്കെ മറ്റുള്ളവർക്ക് ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യമൊന്നും ഈ പ്രസ്ഥാനത്തിലെ ആൾക്കാർ സ്വീകരിച്ചിട്ടില്ല. അതൊക്കെ ആരാ സ്വീകരിച്ച ചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ ഒന്നെടുത്ത് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും കേട്ടാ. അല്ല, നീ ഈ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ KSUവിനും സമരം പഠിപ്പിക്കാനൊന്നും നിങ്ങളാരും ആയിട്ടില്ല. ഇതിലും വലിയതൊക്കെ ചാടിക്കടന്നു വന്നത് തന്നെയാണ്. പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെങ്കിൽ രണ്ടും പറയണം. ആ മന്ത്രി ചെയ്തതും ആ മന്ത്രി കാണിച്ച ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം തെറ്റാണെന്ന് പറയാൻ എനിക്ക് ആമ്പേറുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ കണ്ടതല്ലേ, വിഷ്വല് കാണിച്ചതല്ലേ. പോലീസുകാർ അങ്ങോട്ട് തടഞ്ഞു നിർത്തുമ്പോ ആ സ്ത്രീ തള്ളി ഇങ്ങോട്ടേക്ക് വരിക. എന്താ ചെയ്യാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സമരത്തിന് ഒരു പക്വതയുള്ള ഒരു മന്ത്രി നേരിടുന്നത്. എന്താ ജനങ്ങളുടെ അവകാശം, എന്താ പ്രശ്നം? അത് ചോദിച്ച് മനസ്സിലാക്കുക. അല്ല, പോലീസുകാരോട് പറയാ അവരുടെ പ്രശ്നം എന്താ, അത് പറയട്ടെ. അവരോട് അവകാശം ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് എന്നോട് ചോദിക്കും, ഞാനൊരു മറുപടി കൊടുക്കുക എന്നല്ലേ പറയേണ്ടത് ഒരു നല്ല മന്ത്രിയാണെങ്കിൽ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ ഭാഷവും ധിക്കാരും? നാട് മുഴുവൻ ജീവിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാക്കി. എന്നിട്ട് എവിടെയെങ്കിലും 2 3 ഹോസ്പിറ്റലിലെ പെയിന്റും അടിച്ചിട്ട് വന്നിട്ട് ലോകോത്തര നിലവാരമുള്ള എന്ത് ലോകോത്തര നിലവാരമുള്ള ഹോസ്പിറ്റല് എവിടെയുള്ള മരുന്നുകളും കാര്യങ്ങളും ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടില്ലേ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ? എന്നിട്ട് ആ ഡോക്ടർ സ്ഥലം മാറ്റിയല്ലേ ചെയ്തത്? അല്ലേ? ഞങ്ങൾ പറഞ്ഞതല്ലോ, അല്ലെ കോൺഗ്രസ്സുകാർ പറഞ്ഞതല്ലോ, യൂത്ത് കോൺഗ്രസ് പറഞ്ഞതല്ലോ. ജോലി ചെയ്യുന്ന ഡോക്ടർമാർ പോലും പറഞ്ഞില്ലേ? എന്നിട്ട് അതൊക്കെ കൊണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ വേദിയിലേക്ക്. എന്നിട്ട് എന്തെങ്കിലും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ 1947 ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അപാകത ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലേ ഉണ്ടായി. എടാ, ഞാൻ പറയട്ടെ, ഈ മന്ദബുദ്ധിയോട് ആ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും, പുരോഗമനങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഇപ്പം ഈ മാറ്റത്തിനനുസരിച്ച് മാറാതെ അത് ചൂണ്ടിക്കാണിക്കുമ്പം 1947 48 ഒക്കെ നടന്ന കാര്യങ്ങൾ കൊണ്ടുണ്ട് ഇതെന്തേ അങ്ങനെ, ഇതെന്ന് കോൺഗ്രസ് അല്ലേ വെച്ച് നയിക്കുന്ന ഈ എന്താ പറയുക ഈ സണ്ടന്മാരോട് എങ്ങനെയാ മറുപടി പറയാ ഞങ്ങള്? എന്തൊക്കെ സംഭവങ്ങൾ കേരളത്തിനകത്ത് ഉണ്ടായി, എത്ര മരണപ്പെട്ട്, ഏതൊരു ബിൽഡിംഗ് തകർന്ന് പിന്നെ ഒരു സ്ത്രീ മരിച്ച്. അതാ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടിക്കണം. അത് കോൺഗ്രസ് ഉണ്ടായ കാലത്തുണ്ടായതായിരിക്കാം. നിങ്ങൾ വന്നിട്ട് 9 വർഷമായില്ലേ, 8 വർഷമായില്ലേ? ആ സമയം വരെ അതൊന്നും മാറ്റി പുതുക്കി പണിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്? എന്തിനാണ് കോൺഗ്രസിന് ജനങ്ങൾ അധികാരത്തിൽ മാറ്റി നിങ്ങൾക്ക് എന്തിനാണ് ഭരണേൽപ്പിച്ചത്? അത് കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ പറയാനാ? അതിനെ മാറ്റിക്കൊണ്ടുവരാനും ഒരു പുതിയ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അത് ചെയ്യാതെ അവിടെ വെച്ചിട്ട് അവിടെ അപകടം സംഭവിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ കാലത്തുണ്ടായല്ലേ, അത് കോൺഗ്രസിന്റെ മിനിസ്റ്റർ ഉള്ള കാലത്തുണ്ടായില്ല. എന്നിട്ട് അതിനെ എന്താ പറയുക തൂക്കൊപ്പിക്കാൻ നോക്കുക. കഷ്ടമെന്നല്ല, അതെന്ത് പറയാനാ? എന്ത് വിഷയങ്ങൾ വരുമ്പോഴും ഇപ്പൊ കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാതെ 15 വർഷമായി, സ്റ്റേറ്റിനകത്തില്ലാതെ 9 വർഷമായി. എന്നിട്ട് എന്തെങ്കിലും വീഴ്ചകൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചൂണ്ടിക്കാണി ആ ഉടനെ കോൺഗ്രസിന്റെ പേരിലേക്ക് ഏണി വെച്ച് ഓടി അങ്ങ് കയറുക. പിന്നെ കുറെ സ്കൂളിന്റെ ഫോട്ടോ, ഇത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഇതാങ്ങ്. അവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന 9 കൊല്ലം, അപ്പം മാറ്റങ്ങൾ ഉണ്ടാവും. 9 കൊല്ലാകുമ്പോഴേക്ക് കാലം എത്ര മാറുന്നുണ്ട്, എത്ര പുരോഗമനത്തിലേക്ക് ലോകം നീങ്ങുന്നുണ്ട്. അപ്പൊ ആ കണക്കായിട്ട് അങ്ങോട്ട് അതിപ്പം മാറ്റി കൊണ്ടുവരണോ? ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേക്ക് സ്കൂളിനകത്ത് എന്താ ഉപ്പുമാവായിരുന്നു ആ കാലഘട്ടത്തിൽ.
പിന്നെ അടുത്ത കുറച്ചും കൂടി പുരോഗമിച്ച് അത് കഞ്ഞിയായി മാറി, പിന്നെ കുറച്ചും കൂടി പിന്നെ അത് ചോറായി മാറി. ഇപ്പം എന്താ പറയണ്ട, നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഫുഡും പാലും മുട്ട, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ കൊണ്ടുവരണോ? അത് കൊണ്ടുവരാതിരിക്കുമ്പോ പഴയ ഇത് കൊടുത്തു വന്നിട്ട് ഇത് അവിടെ അക്കാലത്ത് അങ്ങനെയല്ലേ, പിന്നെന്താ ഇക്കാലത്ത് ഇങ്ങനെയാക്കിയാൽ എന്താന്ന് ചോദിക്കുന്നതിന് എന്ത് ലോജിക്കാ? നമ്മൾ അതിനെന്ത് മറുപടിയാ പറയണ്ടത്? വളരെ കഷ്ടം തോന്നി. ഞാനിത് പറയണ്ടെന്ന് വെച്ചതാ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ആ മന്ത്രി ചെയ്ത കെടുകാര്യസ്ഥയൊക്കെ പറയാതെ 2 പിള്ളേർ കാണിച്ച കരിങ്കൊടി കാണിച്ച് അത് വലിയ എന്തോ പർവ്വതീകരിച്ചിട്ട് എന്തോ വലിയ മഹാസംഭവമായി ചിത്രീകരിക്കുന്ന ഈ നാണം കെട്ട ആ വാർത്ത കേട്ടത് കൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.